ഹായ്, ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷനാണ്. ഹൈ എക്സ്പെക്റ്റേഷൻ ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. സാധാരണ മാർക്കറ്റ് ബഡ്ജറ്റിനെ ഇത്രയും എപ്പോഴും എക്സ്പെക്ട് ചെയ്യാറുണ്ട്, മൂവ് ചെയ്യാറില്ല. ഇപ്രാവശ്യം മൂവ് ചെയ്യും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് അവിടെ ഉണ്ട്. ഒന്ന് നമ്മുടെ പോലുള്ള റീറ്റെയിലേഴ്സ് ഇല്ലെങ്കിൽ ട്രേഡേഴ്സ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ ടാക്സസ് എക്സ്ട്രീംലി ഹൈ ആണ്. അപ്പോൾ അത് കട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരുപാട് സിറ്റുവേഷൻസ് അവിടെ ഉണ്ട്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ആൾക്കാർ സംസാരിച്ചിട്ടുമുണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. നിർമ്മല സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്ററിനെ തുറന്ന കത്തുകൾ എഴുതിക്കൊണ്ട് ഫോർമർ RBI ഗവർണേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുറേ കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ടാക്സസ്, സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടാക്സസിൻ്റെ കുറയ്ക്കാനുള്ള ഒരു സാധ്യത സ്ഥിരം പറയുന്നതാണ്, പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ സാധ്യതയുണ്ടെന്ന് ഒരു പ്രതീക്ഷ ഉണ്ട്. അഗ്രികൾച്ചർ സെക്ടർ, ഡിഫൻസ് സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ, ദൻ മീൻ റെയിൽവേ പോലുള്ള സെക്ടേഴ്സിന് കൂടുതൽ ഊന്നൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഇന്ത്യ മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ബിക്കോസ് നമ്മുടെ പുറത്ത് പോയി സാലറീഡ് പേഴ്സണായി നിൽക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ഇന്ത്യക്ക് ഉള്ളിൽ തന്നെ നല്ല ബിസിനസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊളിറ്റീഷ്യൻസ് അങ്ങനെ ബിഹേവ് ചെയ്യണം എന്നാണ് നമ്മുടെയൊക്കെ പേഴ്സണൽ ആഗ്രഹം. വന്നാൽ നന്നായിരുന്നു. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ വോളട്ടൈലായിട്ടുള്ളൊരു സെഷനാണ്. അപ്പോൾ മാർക്കറ്റ് മാർക്കറ്റ് ഇന്നലെ ഒരു ലൈവ് സെഷൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിനിടയ്ക്ക് മാർക്കറ്റ് ഒരു ഡബിൾ ബോട്ടം വയ്ക്കുമ്പോൾ ഡബിൾ ബോട്ടത്തിൽ നിന്ന് അടുത്ത ടാർഗറ്റ് നമ്മുടെ എന്നും പറയാറുണ്ട് അല്ലേ, 25,240, 25,350, 25,440 ആണ് നമ്മുടെ ലെവൽസ് എന്ന് സ്ഥിരം പറയാറുണ്ട്. അത് കഴിഞ്ഞ് 520 ഓർ 500 ലെവൽ പറയാറുണ്ട്. ഇന്നലെ ലിറ്ററലി അത് തന്നെയാണ് സംഭവിച്ചത്. മാർക്കറ്റ് വന്നു 350ൻ്റെ മേളിൽ കയറി, എന്നിട്ട് തിരിച്ച് പറ്റാണ്ട് 240യിൽ നിന്ന് 350 വരെ സിംഗിൾ ക്യാൻഡലിൽ മാർക്കറ്റ് മൂവ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് സെൽ ഓഫ് വന്ന് താഴെ വന്ന് 240 സപ്പോർട്ട് എടുത്തു. അപ്പോൾ 240ക്ക് മേളിൽ കയറിയത് കാരണം ഇത് റീടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കൂട്ടി. റീടെസ്റ്റിൽ ഒരു ഡബിൾ ബോട്ടവും ഡബിൾ ബോട്ടത്തിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട്, ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു മറുബോസു ക്യാൻഡലിൽ ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിൽ നിന്നുള്ള ഒരു ബൈ എൻട്രി ആയിരുന്നു. അപ്പോൾ ആ ഒരു ബൈ എൻട്രി, അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 350, സെക്കൻഡ് ടാർഗറ്റ് 440 പോയില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഏരിയയിൽ നിന്ന് സെല്ലിംഗ് പ്രഷർ വന്നു. 350.5 വരെ പോയിട്ടുണ്ട്. 350 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് താഴേക്ക് വന്നു. സോ മാർക്കറ്റ് എങ്ങോട്ട് പോകണമെന്ന് മാർക്കറ്റിന് ലിറ്ററലി ഡിസിഷൻ ഇല്ല. 25,100ന് മേളിൽ നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ പേഴ്സണൽ ആഗ്രഹം. അത് നടക്കുന്നുണ്ട്. എന്നാൽ 240, 350, 440 റേഞ്ചസ് എന്ന് പറയുന്നത് മാർക്കറ്റിന് സൈഡ് വേസ് പോകാനുള്ള ഏരിയ ആണ്. സോ ലിറ്ററലി ആ ഒരു ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത്. സോ ഇനി അടുത്ത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഹൈയിന് മേളിൽ ഓൾമോസ്റ്റ് 360, 370ൻ്റെ മേളിൽ ഒരു ട്രേഡ് ഉണ്ട്. 440, 500 റേഞ്ചസിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും ആ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിന് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. ഇന്നലെ പറഞ്ഞത് ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതായിരുന്നു അല്ലേ. ഇത് കാണുന്നുണ്ട്, ഇതൊരു മെയിൻ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ അത് കയറി ഈ ഒരു ഏരിയ വരെ 350 എത്തുമ്പോഴേക്കും അവിടെ സെൽ ഓഫ് ഇവിടെയും വന്നു. അപ്പോൾ സെൽ ഓഫ് ഫസ്റ്റ് 350 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ എപ്പോഴാണ് 350ക്ക് മേളിൽ കംഫർട്ടബിൾ ക്ലോസിങ് കിട്ടുന്നത്, അവിടെ നിന്ന് 440 ഓർ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടുള്ള 500 റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഫസ്റ്റ് ട്രേഡിംഗ് ഐഡിയ ആയിട്ട് വയ്ക്കുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ വന്നു കഴിഞ്ഞാൽ, ഒരു 300ൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ 240 ഓർ 180 വരെ അതിന് ടാർഗറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഈ താഴേക്കുള്ള ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വയ്ക്കുക. 180 കഴിഞ്ഞാൽ പിന്നെ 100 വരെ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 370ക്ക് മേളിൽ 440 വരെയും 500 വരെയും പറഞ്ഞതുപോലെ താഴേക്ക് 240 വരെയും 240, 180, 100 വരെയുള്ള ലെവൽസ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്രൂഡ് ഓയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ എല്ലാ ടാർഗറ്റ്സും അവിടെ ഹിറ്റ് ചെയ്തു.
മാർക്കറ്റ് 720 റേഞ്ചിൽ നിന്ന് 800 നമ്മൾ ടാർഗറ്റ് പറഞ്ഞിരുന്നത്. 800 864 വരെ അത് പോയിട്ടുണ്ട്. 64 നിന്ന് വീണ്ടും കൂൾ ഓഫ് ചെയ്ത് 5800 വന്നിട്ടുണ്ട്. സോ പുതിയ സപ്പോർട്ടായിട്ട് 5800 നമുക്ക് എടുക്കാന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു 5800. അപ്പോൾ മാർക്കറ്റിൽ അടുത്തൊരു ട്രേഡ് എന്ന് പറയുന്നത് മിനിമം നമ്മൾ ഒരു 5764 താഴെ ഇല്ലാണ്ട് ഒരിക്കലും ഒരു പി ഇ സൈഡിലോട്ടുള്ള ഒരു ട്രേഡ് ഇല്ല. പി ഇ സൈഡിൽ ലിറ്ററലി ട്രേഡ് ഇല്ല. തിരിച്ച് മേളിലേക്ക് എന്ന് പറയുമ്പോൾ 5824 28 മേളിലോ ഇല്ലെങ്കിൽ ഒരു 5840 മേളിൽ നോക്കിയാൽ മതി ട്രേഡ്സ്. അടുത്തിനി 5920 6000 എന്നുള്ള 2 ലെവൽസാണ് മേളിലേക്കുള്ളത്. താഴേക്ക് നോക്കിയാൽ 5720 താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ഒരു 660 600 കിടപ്പുണ്ട്. സോ ഈ 2 ലെവൽസാണ് അവിടെ വാച്ച് ചെയ്യാൻ പറ്റുക. നാച്ചുറൽ ഗ്യാസ് 342 നിന്ന് ഓക്കെ അടുത്തൊരു 360 റേഞ്ചും തിരിച്ച് താഴേക്ക് 328 റേഞ്ചുമാണ് നമുക്ക് ഉള്ളത്. സോ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു അനാലിസിസ് പോവുക. ഇൻട്രാഡേ നോക്കാൻ പറ്റുന്ന സ്റ്റോക്സ് എന്ന് പറയാൻ റിലയൻസും HDFC ബാങ്കും ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഡിഫൻസ് സെക്ടേഴ്സിലെ സ്റ്റോക്സ്, റെയിൽവേ സെക്ടറിലെ സ്റ്റോക്സ്, IT സെക്ടർ കാര്യമായിട്ട് നോക്കണം. ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്സ് ഒക്കെ നമുക്ക് നല്ല റിട്ടേൺ തരാനുള്ള സാധ്യതയുണ്ട്. സോ ലോങ് ടേമിലത്തേക്ക് ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല, ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് ഏറ്റവും സേഫർ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. മറ്റൊരു വീഡിയോയിൽ കാണാം. Trade safe. Take care. Bye.